പാലക്കാട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിന് മുമ്പിൽ റീത്ത് വെച്ച് സമരം നടത്തിയതിലൂടെ പട്ടികജാതിക്കാർ അപമാനിക്കപ്പെട്ടെന്ന് ദളിത് ഗോത്ര ദേശീയ പാർട്ടി. മെഡിക്കൽ കോളേജിന് അംബേദ്കറുടെയോ അയ്യങ്കാളിയുടെയോ പേര് നൽകണം. സർക്കാർ മെഡിക്കൽ കോളേജ് ആണെന്ന് പറയുമ്പോഴും പട്ടികജാതി ഫണ്ട് മാത്രം ഉപയോഗിച്ചാണ് മെഡിക്കൽ കോളേജ് നിർമ്മിച്ചതെന്നും പ്രസിഡന്റ് AN കരിങ്കരപ്പുള്ളി പറഞ്ഞു. 2011 ബഹുമാനപ്പെട്ട അന്നത്തെ ശ്രീമാൻ ഉമ്മൻചാണ്ടി, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീമാൻ ഉമ്മൻചാണ്ടി പാലക്കാട് ഒഴികെ മറ്റു 4 ജില്ലകൾക്ക് മെഡിക്കൽ കോളേജ് നൽകുകയും പാലക്കാടിനെ അതിന് ഒഴിവാക്കുകയും ചെയ്തുകൊണ്ടായി. അതിനെതിരെ പാലക്കാട് ഒരു മെഡിക്കൽ കോളേജ് ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ച് 20 മാസക്കാലം ശക്തമായ സമരം ചെയ്ത് നേടിയെടുത്ത ഈ സ്ഥാപനത്തിൽ പട്ടികജാതിക്കാരുടെ വികസന ഫണ്ട് കൊണ്ടാണ് ആ സ്ഥാപനം ഇവിടെ പ്രാവർത്തികമായിട്ടുള്ളത്. ആ സ്ഥാപനത്തിന് മുൻപിൽ ചില തൽപര കക്ഷികൾ റീത്ത് വെച്ച് സമരം ചെയ്ത് പട്ടികജാതിക്കാരെ അപമാനിക്കുന്ന വിധത്തിലുള്ള ഒരു സമീപനമാണ് ഉണ്ടായിട്ടുള്ളത്. അതിന്റെ പിൻപിൽ നിഗൂഢതയും ദുരൂഹതയും നിഴലിക്കുന്നുണ്ട്. അത് അപലപനീയമാണ്, പ്രതിഷേധാർഹമാണ്. അതിനെതിരെ പാലക്കാടുള്ള എല്ലാ പട്ടികജാതി ജനവിഭാഗങ്ങളും ജനാധിപത്യ വിശ്വാസികളും രംഗത്ത് വന്ന് ഇത്തരം തൽപര കക്ഷികളുടെ താല്പര്യങ്ങൾക്ക് എതിരായിക്കൊണ്ട് നിലകൊള്ളണമെന്നുള്ള ഒരു അഭിപ്രായവുമായിട്ടാണ് ഞങ്ങൾ ഇതിനെതിരെ ഒരു പ്രതിഷേധം പ്രകടിപ്പിക്കുന്നത്. 2011 ഉമ്മൻചാണ്ടി സർക്കാരാണ് പാലക്കാടിന് മെഡിക്കൽ കോളേജ് ആരംഭിച്ചത്. മെഡിക്കൽ കോളേജിന്റെ പ്രവർത്തനം ആരംഭിച്ചെങ്കിലും ഇന്നും ഡോക്ടർമാരുടെയും ജീവനക്കാരുടെയും അനുബന്ധ സൗകര്യങ്ങളുടെ കുറവും മെഡിക്കൽ കോളേജിന്റെ പ്രവർത്തനത്തെ ബാധിക്കുന്നുണ്ട്. പോരായ്മകൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് സർക്കാരിന് നിവേദനം നൽകി വരുന്നുണ്ട്. എങ്കിലും പട്ടികജാതിക്കാരുടെ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച മെഡിക്കൽ കോളേജിന് മുൻപിൽ റീത്ത് വെച്ചുള്ള സമരം അംഗീകരിക്കുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു. C. രാമചന്ദ്രൻ, K. ദേവദാസ് എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. കഴിഞ്ഞ ആഴ്ചയാണ് റീത്ത് വെച്ച് സമരം നടന്നത്. UTV ന്യൂസ്, പാലക്കാട്.